Today we can discuss the query optimization steps. This is the steps for query execution plan. We have a query in high-level language. We can do scanning, parsing, and validating. You will get some form of query, and this query is given to the query optimization. From the result of the query optimization is the execution plan. From this query optimized query, we can generate the query, and we can give it to the runtime database processor for executing the query. എന്താണ് query tree? Query tree ഒരു data structure ആണ് that corresponds to a relational algebra expression. It represents the input relations of the query as leaf nodes of the tree and represents the relational algebra operations as internal nodes. ഈ query tree എപ്പോഴും leaf nodes എന്ന് പറയുന്നത് റിലേഷൻസും internal nodes എപ്പോഴും ഓപ്പറേഷൻസും ആയിരിക്കും റിലേഷണൽ ആൾജിബ്രയിൽ. ഇനി സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഹ്യൂറിസ്റ്റിക് ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ സിലബസ് അനുസരിച്ച് ഹ്യൂറിസ്റ്റിക് ഒപ്റ്റിമൈസേഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതല്ലാതെ കുറേ ഒപ്റ്റിമൈസേഷൻ, കോസ്റ്റ് ബേസ്ഡ് ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ഈ ഹ്യൂറിസ്റ്റിക് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് കുറെ റൂൾസിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് റൂൾസ്? ഈ റൂൾസ് എല്ലാം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെക്കൻഡ് മോഡ്യൂളിൽ ഒരു തവണ കൂടി റിഫ്രഷ് ചെയ്യാൻ പറയാം. കാസ്കേഡ് ഓഫ് സിഗ്മ. A conjunctive selection condition can be broken up into cascade of individual sigma operators. SLയുടെ സിഗ്മ ആണ്. എന്താണ് കാസ്കേഡ് ഓഫ് സിഗ്മ? അതായത് സിഗ്മ ഓഫ് മാർക്ക് ലെസ് ദാൻ 45 ആൻഡ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ഓഫ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, 30-നും 45-നും ഇടയ്ക്ക് മാർക്കുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കുകയാണ്. ആ query നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ: സിഗ്മ ഓഫ് മാർക്ക് ലെസ് ദാൻ 45 ഓഫ് സിഗ്മ ഓഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ഓഫ് സ്റ്റുഡന്റ്. അതായത് ഒരു സിംഗിൾ സിഗ്മ ഓപ്പറേറ്ററിൽ രണ്ട് കണ്ടീഷൻ ആൻഡ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് രണ്ട് സിഗ്മ ആക്കി മാറ്റാം. കൺജങ്ക്റ്റീവ് സിഗ്മ ഓപ്പറേറ്റർ ആയിട്ട് മാറ്റാം. അതിപ്പോ n നമ്പർ ഓഫ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും സെയിം പ്രോസസ് അപ്ലൈ ചെയ്യും. സിഗ്മ ഓഫ് മാർക്ക് ലെസ് ദാൻ 45 ആൻഡ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 and roll number is less than 30 and roll number is greater than 20. അതായത് 20-നും 30-നും ഇടയ്ക്ക് റോൾ നമ്പേഴ്സ് ഉള്ള സ്റ്റുഡൻസിന് ഡീറ്റെയിൽസ്, ആ സ്റ്റുഡൻസിലാർക്കൊക്കെ മാർക്ക് 30-നും 45-നും ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് കിട്ടാൻ. ഇത് ഇവിടെ 4 കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ 4 സിഗ്മയുടെ കണ്ടീഷൻസ് ആക്കി എഴുതാം. അതായത് സിഗ്മ മാർക്ക് ലെസ് ദാൻ 45 ഓഫ് സിഗ്മ മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ഓഫ് സിഗ്മ റോൾ നമ്പർ ലെസ് ദാൻ 30 ആൻഡ് ഓഫ് സിഗ്മ റോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 20. നെക്സ്റ്റ് ഓപ്പറേറ്റർ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് സിഗ്മ. നമുക്കറിയാം സിഗ്മ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് സിഗ്മ ഓഫ് C1 ഓഫ് സിഗ്മ ഓഫ് C2 ഓഫ് R is equal to സിഗ്മ ഓഫ് C2 ഓഫ് സിഗ്മ ഓഫ് C1 ഓഫ് R. അതായത് സിഗ്മ ഓഫ് മാർക്ക് ലെസ് ദാൻ 45 ഓഫ് സിഗ്മ ഓഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ഓഫ് സ്റ്റുഡന്റ് is equal to സിഗ്മ ഓഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ഓഫ് സിഗ്മ ഓഫ് മാർക്ക് ലെസ് ദാൻ 45 ഓഫ് സ്റ്റുഡന്റ്. അതായത് സിഗ്മയിൽ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. നെക്സ്റ്റ് കാസ്കേഡ് ഓഫ് പൈ.
pi of list 1 of pi of list 2 up to pi of list n of r, that is equal to pi of list 1 of r. എപ്പോഴും പൈ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും പുറമേ ഉള്ള ഏത് ആട്രിബ്യൂട്ടിനെയാണോ സെലക്ട് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും റിസൾട്ടിൽ കിട്ടുന്നത്. സോ ഈ നീട്ടി വലിച്ചുള്ള പൈയുടെ ആവശ്യമില്ല. Then commutating sigma with pi. Pi of attributes a1, a2, etc. up to an of sigma c of r, that is equivalent to pi c of sigma c of pi a1, a2, etc. up to an of r. അതായത് പൈയും സിഗ്മയും കൂടി ഇന്റർചേഞ്ച് ചെയ്താലും റിസൾട്ട് സെയിം ആയിരിക്കും. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് സിഗ്മ ജോയിൻ ഓപ്പറേറ്റർ. R join S is equal to S join R. അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും കമ്മ്യൂട്ടേറ്റീവ് ആണ്. R കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് S is equal to S കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് R. Then commutating sigma with join or Cartesian product. Sigma condition of R join S is equal to sigma condition of R join S. അതേപോലെ തന്നെ ഇപ്പൊ ഈ കണ്ടീഷൻ സി ഒരു ആറിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന കേസിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി സി എന്ന് പറയുന്ന കണ്ടീഷനെ C1 C2 എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. C1 കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് ആർ റിലേഷനിലും C2 കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് എസ് റിലേഷനിലും ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് സിഗ്മ സി ഓഫ് R join S is equal to sigma C1 of R join sigma C2 of S. Then commutating pi with join or Cartesian product. Suppose that the projection list L is equal to A1, A2, etc. up to AN, B1, B2, etc. BM, where A1 to AN are attributes from R and B1 to BM are attributes from S. If the join condition C involves only the attributes in L, the two operations are commutated. That is pi list L of R join S is equal to pi A1, A2, etc. AN of R. That is R എന്ന് പറഞ്ഞ റിലേഷനിലുള്ള ആട്രിബ്യൂട്ട്സ് മാത്രം അവിടെ കൊടുക്കുന്നു. ജോയിൻ പൈ B1, B2, etc. to BM of S. എസിനുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം നെക്സ്റ്റും കൊടുക്കുന്നു. Then commutativity of set operation A minus B, we know that A minus B is not is equal to B minus A. Then associativity of sigma Cartesian product union and intersection. R theta S theta T is equal to R theta S theta T. ഈ തീറ്റയുടെ സ്ഥാനത്ത് ജോയിനോ ഇന്റർസെക്ഷനോ യൂണിയനോ എന്ത് വേണമെങ്കിലും വരാം. കമ്മ്യൂട്ടേറ്റിംഗ് സിഗ്മ വിത്ത് സെറ്റ് ഓപ്പറേഷൻസ് 10th one. Sigma C of R join S is equal to sigma C of R join sigma C of S. Then pi operation commutates with the union. Pi L of R union S is equal to pi L of R union pi L of S. ഇനി എങ്ങനെയാണ് ഒരു ഹ്യൂറിസ്റ്റിക് ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു കൊറി ട്രീ വരയ്ക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് ഒരു സെയിലർ സ്പോർട്സ് റിസർവ്സ് എന്ന് പറഞ്ഞ 3 റിലേഷൻസ് തന്നിട്ടുണ്ട്. ഒരു കൊറി തന്നിട്ടുണ്ട്, SQL കൊറി. ഈ SQL കൊറിയെ സെലക്ട് സെയിലേഴ്സിന്റെ ഐ ഡി, സെയിലേഴ്സിന്റെ നെയിം, സെയിലേഴ്സിന്റെ ഏജ്. എവിടുന്നാണ് സെയിലർ സ്പോർട്സ് റിസർവ്സ് എന്ന് പറഞ്ഞാൽ 3 ടേബിളിൽ നിന്ന്. കണ്ടീഷൻസ് ബോട്ടിന്റെ കളർ റെഡും സെയിലേഴ്സിന്റെ ഏജ് <30 ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻസ്. ഈ റിസർവ്സിനകത്ത് 100 പേജസ് ഉണ്ട്, 10 ടപ്പിൾസ് പെർ പേജ് ഉണ്ട്. സെയിലേഴ്സിൽ 500 ആണ്. അപ്പം നോക്കുക, റിസർവ്സ് ആണ് ഏറ്റവും കൂടുതൽ ടപ്പിൾസ് വരുന്നത് റിസർവ്സിലാണ്. റിസർവ്സിന്റെ സൈസാണ് കൂടുതൽ, ബാക്കിയുള്ളത് കുറച്ചുകൂടി കുറവാണ്. ഇനി ട്രാൻസ്ലേറ്റ് ദ SQL query into relational algebra query. This is the SQL query. Pi SID SName age of sigma age <30 of sigma color is equal to red, sigma BID is equal to PID. Then board cross sigma SID is equal to SID of sigma S cross R. ഇതിന്റെ കറസ്പോണ്ടിങ് കൊറി ട്രീ ആണ് വരച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കൊറി ട്രീ വരച്ചിരിക്കുന്നത് നോക്കാം. ആദ്യം എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന SQL കൊറിയുടെ ഇന്നർ മോസ്റ്റ് പോർഷൻ, അതായത് ഇവിടെ എന്താ S ക്രോസ് R, അത് ആദ്യം ഡ്രോ ചെയ്യാം. റിസർവ്സും സെയിലേഴ്സിന്റെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്ത്. ദെൻ അതിന് തൊട്ട് മുന്നേ ഉള്ള സാധനം എന്താണ്,
സിഗ്മ SID is equal to CID എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇനി ഇതും എന്തുമായിട്ട് ക്ലോസ് ചെയ്തു? ബി എന്ന് പറയുന്ന റിലേഷൻ, ബോട്ട് എന്ന് പറഞ്ഞ റിലേഷനുമായിട്ട് ക്ലോസ് ചെയ്തു. അതാണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്? കണ്ടീഷൻ സിഗ്മ BID ഈക്വൽ ടു BID എന്ന് പറഞ്ഞ കണ്ടീഷൻ. ദെൻ എന്താണ് വീണ്ടും കണ്ടീഷൻ സിഗ്മ കളർ ഇസ് ഈക്വൽ ടു റെഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. നെക്സ്റ്റ് എന്താണ് സിഗ്മ ഏജ് ലെസ് ദാൻ 30 എന്ന് പറഞ്ഞ കണ്ടീഷൻ. ദെൻ എന്താണ് പൈ SID S name age. This is the initial canonical initial tree. This query is always called canonical tree. ഇനി ഇതിന്റെ വേറെ ഈ സെയിം ക്വറിയുടെ വേറെ വേറെ രൂപങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും സെലക്ഷനും ഒക്കെ റീപ്ലേസ് ചെയ്ത് ജോയിൻ വെച്ച് ദിസ് നേരത്തെ തന്ന ക്വറിയും ഈ ക്വറിയും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇവിടെ രണ്ട് ക്വറി തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഒപ്റ്റിമൈസ്ഡ്? റൈറ്റ് സൈഡ് ആണ് ഒപ്റ്റിമൈസ്ഡ്. എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡ് ഒപ്റ്റിമൈസ്ഡ് ആവാൻ കാര്യം? അതായത് സെലക്ഷൻസ് ഒക്കെ ആദ്യമേ അപ്ലൈ ചെയ്ത് സിഗ്മ കളർ ഇസ് ഈക്വൽ ടു റെഡ് എന്ന് പറയുന്ന സെലക്ഷൻസ് ആദ്യമേ അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് ടപ്പിൾസ് കൂടി കുറഞ്ഞു കിട്ടും. റെഡ് അല്ലാത്ത വോട്ട്സിനെ ഒന്നും നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സെയിലേഴ്സിന്റെ ഏജ് 30യേക്കാൾ ലെസ് ആയിട്ടുള്ള സെയിലേഴ്സിനെ മാത്രം നമുക്ക് ജോയിൻ ചെയ്താൽ മതി. സോ ഈ സെലക്ഷൻസിനെയൊക്കെ നമുക്ക് ആദ്യമേ ചെയ്തിട്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്താൽ മതി. നമുക്കൊരു പ്രോബ്ലം കാണാം എങ്ങനെയാണ് ഒരു ക്വറി ഒപ്റ്റിമൈസേഷൻ ചെയ്യണമെന്ന്. റിട്രീവ് ദ ലാസ്റ്റ് നെയിം ഓഫ് ദ എംപ്ലോയി ഹു വർക്ക് ഇൻ ദ പ്രൊജക്ട് അക്വാരിസ് ആൻഡ് ബോൺ ആഫ്റ്റർ 1957. നമ്മൾ ഈ ക്വറി പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. റിലേഷണൽ ആൾജിബ്രയിലും SQLലും മാറി മാറി കണ്ട ക്വറിയാണ്. എന്തായിരുന്നു ഇത്? select last name of employee from employee works on project table where എന്താണ് കണ്ടീഷൻ? where project number is equal to works on project number and employee.ssn is equal to works on.ssn and born after 1957 ആണ്. So birth date is greater than 1957. So this is the initial canonical query. Employee works on project കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുന്നു. ദെൻ അവനാണ് എന്ത് ചെയ്തു? സിഗ്മ അപ്ലൈ ചെയ്തു. ദെൻ പ്രൊജക്ഷൻ അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് മാറ്റാമെന്ന് നോക്കാം. എങ്ങനെ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെലക്ഷൻ അപ്ലൈ ചെയ്യാം. സെലക്ഷൻ മൂവിങ് ദ സെലക്ഷൻ ഓപ്പറേഷൻ ഡൗൺ ദ ക്വറി ട്രീ. ആദ്യം എന്തൊക്കെയാണ്? അതിന് ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബർത്ത് ഡേറ്റ് എംപ്ലോയിയുടെ ബർത്ത് ഡേറ്റ് ആദ്യമേ എംപ്ലോയിൽ ഇട്ടു. നെക്സ്റ്റ് പ്രൊജക്റ്റില് സിഗ്മ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തു. പ്രൊജക്ട് നെയിം ഈസ് ഈക്വൽ ടു അക്വയർസ് എന്ന രണ്ട് സെലക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ എംപ്ലോയിയും വർക്ക് സോണും കൂടി ജോയിൻ ചെയ്ത ഉടനെ എന്ത് ചെയ്തു? അവിടെ SSN ഈക്വൽ ആണെന്നുള്ള സെലക്ഷൻ കൊടുത്തു. ദെൻ ഈ എംപ്ലോയി വർക്ക്സ് ഓൺ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്ത റിസൾട്ടിന്റെ കൂടെ പ്രൊജക്ഷൻ വീണ്ടും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുന്നു. അവിടെയും സെലക്ഷൻ അപ്ലൈ ചെയ്യുന്നു. സിഗ്മ പ്രൊജക്ട് നമ്പർ ഇസ് ഈക്വൽ ടു പ്രൊജക്ട് നമ്പർ. ഇനി എന്താണ് റെസ്ട്രിക്റ്റീവ് സെലക്ഷൻ? അതായത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? റെസ്ട്രിക്റ്റീവ് സെലക്ഷൻ യൂഷ്വലി ചെയ്യുന്നത് ഇവിടെ എംപ്ലോയി ആണ് ഏറ്റവും താഴെ കിടക്കുന്നത്, പ്രൊജക്റ്റ് ആണ് ഏറ്റവും മുകളിൽ കിടക്കുന്നത്. ശ്രദ്ധിക്കുക. അതായത് ക്വറിയുടെ താഴെ എപ്പോഴും ഏറ്റവും കുറവ് ടപ്പിൾസോ ഏറ്റവും കുറവ് ആട്രിബ്യൂട്ട്സോ ഉള്ള റിലേഷനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമുക്കറിയാം നമ്പർ ഓഫ് എംപ്ലോയീസ് എന്തായാലും കുറവായിരിക്കും, എന്തായാലും കൂടുതലായിരിക്കും. നമ്പർ ഓഫ് പ്രൊജക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആയിരിക്കും നമ്പർ ഓഫ് എംപ്ലോയീസ്. സോ എംപ്ലോയീസിന്റെ ടപ്പിൾസ് എപ്പോഴും മുകളിൽ കൊണ്ടുപോകാൻ നോക്കുക. സോ പ്രൊജക്റ്റും വർക്ക്സോണും കൂടി ആദ്യം
കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു, ആ കിട്ടിയ റിസൾട്ടുമായിട്ട് എംപ്ലോയർ റിലേഷന് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഗുണം? ഈ റെസ്ട്രിക്റ്റീവ് സെലക്ഷൻ, അതെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റീവ് ഓപ്പറേറ്റർ ആണ്. ഈ അസോസിയേറ്റീവ് ആയതുകൊണ്ട് എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറയുന്നത് എ ക്രോസ് ബി ക്രോസ് സിക്ക് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ റെസ്ട്രിക്റ്റീവ് സെലക്ഷൻ ഓപ്പറേഷൻ ആദ്യം തന്നെ ചെയ്യാൻ പറ്റിയത്. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് വെരി വെരി ഹൈ ദാൻ നമ്പർ ഓഫ് പ്രോജക്ട്സ്. നെക്സ്റ്റ്, replacing the Cartesian product with the selection and replacing the join with the Cartesian product and selection operation. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. Then moving the project operation down. അതായത് നമുക്കറിയാം ഈ പ്രൊജക്റ്റിനകത്ത് ഒരുപാട് പ്രൊജക്ട് നമ്പർ, പ്രൊജക്ട് നെയിം, കുറെ ടപ്പിൾസ് ഉണ്ട്. എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് വേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് പ്രൊജക്റ്റിലും. എംപ്ലോയിലാണെങ്കിൽ എന്ത് 10-12 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എംപ്ലോയി ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, എംപ്ലോയി ഏജ്, എംപ്ലോയി ബർത്ത് ഡേറ്റ്, എംപ്ലോയി സാലറി, സൂപ്പർ അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, സോ മെനി ആട്രിബ്യൂട്ട്സ് ആർ പ്രസന്റ്. ഈ ആട്രിബ്യൂട്ട്സിനൊക്കെ നമുക്കിവിടെ ആവശ്യമുണ്ടോ? ഇല്ല, വളരെ കുറച്ച് ആട്രിബ്യൂട്ട്സ് മതി. സോ ആട്രിബ്യൂട്ട്സ് എല്ലാം ഓരോന്ന് ആവശ്യമുള്ള ആട്രിബ്യൂട്ട്സ് മാത്രം സെലക്ട് ചെയ്യാണ് നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് വേണ്ടത് പ്രൊജക്ട് നമ്പർ മാത്രം. കാര്യം എന്തിനാണ്? ജോയിൻ ചെയ്യാൻ വേണ്ടി. സോ പ്രൊജക്ട് നമ്പർ, പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയ പ്രൊജക്ട് നമ്പറും വർക്ക് സോണിൽ നിന്ന് കിട്ടിയ പ്രൊജക്ട് നമ്പറും കൂടി ജോയിൻ ചെയ്യണം. സോ വർക്ക് സോണിൽ എന്ത് വേണം? പ്രൊജക്ട് നമ്പർ വേണം. അതുപോലെ തന്നെ പിന്നെ വർക്ക് സോണിന്റെ എംപ്ലോയി SSNും എംപ്ലോയിയും കൂടി ജോയിൻ ചെയ്യാനുള്ളതാണ്. സോ എംപ്ലോയി SSNും കൂടി വർക്ക് സോണിൽ പ്രൊജക്ട് ചെയ്തെടുക്കുന്നു. ദെൻ എംപ്ലോയിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വേണം? സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ലാസ്റ്റ് നെയിം റിട്രീവ് ചെയ്യാനും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വർക്ക് സോണുമായിട്ട് ജോയിൻ ചെയ്യാനും ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് മാത്രം അവിടെ പ്രൊജക്ട് ചെയ്തു. പൈ SSN ലാസ്റ്റ് നെയിം പ്രൊജക്ട് ചെയ്തെടുത്തു. ദിസ് ഈസ് ദ ഫൈനൽ ട്രീ, ഫൈനൽ ഒപ്റ്റിമൈസ്ഡ് ട്രീ.